ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ഞാൻ ചോദിച്ചത് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും പൂർണ്ണ പിന്തുണയുമായിട്ട് എത്തിയിരിക്കുന്നു. സൈന്യത്തെക്കുറിച്ച് അഭിമാനമുണ്ട് എന്നാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെ പറയുകയും ചെയ്തിരിക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി സൈന്യത്തിന് പൂർണ്ണമായ സല്യൂട്ട് നൽകുകയാണ്. അതേസമയം കനത്ത ജാഗ്രതയിലുമാണ് മോക്ക് ഡ്രിൽ അടക്കം ഇന്ന് നടക്കാനിരിക്കെ. നിശ്ചയമായിട്ടും അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിലുണ്ടായ അറ്റാക്കിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായി തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒരു അസ്വാരസ്യവും ഇന്ത്യക്കകത്തുണ്ടായിരുന്നില്ല, ഒരു ആഭ്യന്തരമായിട്ടുള്ള കലാപവും ഇന്ത്യക്കകത്തുണ്ടായിരുന്നില്ല. അത്തരം ലക്ഷ്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ പഹൽഗാമിലെ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ആ ആസൂത്രണങ്ങളൊക്കെ പാളിപ്പോയി ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെയാണ് നിന്നിട്ടുള്ളത്. ഈ നിമിഷവും ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് അതിശക്തമായ പിന്തുണയാണ് രാജ്യത്തെ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. വളരെ കാര്യമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പിന്തുണയും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രധാനമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലെ നേതാക്കളുമായും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അമേരിക്കയുടെ നിലപാട് ഇതുതന്നെയായിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ആദ്യം തന്നെ തള്ളിപ്പറഞ്ഞ രാജ്യങ്ങളിലൊന്നായിരുന്നു അമേരിക്ക. ആ രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ആദ്യം മുതൽ തന്നെ പറഞ്ഞത് പാകിസ്ഥാന്റെ ഒരു സിവിലിയനെയും ആക്രമിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മിലിറ്ററി ക്യാമ്പുകളും ഒരു മിലിറ്ററി സെറ്റിൽമെന്റുകളും ഒരു റെജിമെന്റുകളും നമ്മൾ ആക്രമിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭീകരർക്ക് ട്രെയിനിങ് നൽകുന്ന ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്യുകയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലഷ്കർ എ തായിബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്, ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ ഏറ്റവും ഭീകര സംഘടനകളായിട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘടനകളായിട്ട് അന്താരാഷ്ട്ര സമൂഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് സംഘടനകളാണ് ലഷ്കർ എ തായിബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും. നമുക്കറിയുന്നത് പോലെ ഇന്ത്യയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ പല തരത്തിലുള്ള ഭീകര ആക്രമണങ്ങളാണ് ഈ പറയുന്ന ലഷ്കർ എ തായിബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞ 176 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ അറ്റാക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. 2008-ലാണ് മുംബൈ അറ്റാക്ക് നടക്കുന്നത്. 2006-ല് മഹാരാഷ്ട്രയിലെ വിവിധ ട്രെയിനുകളിൽ ബോംബുകൾ ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായി 200ഓളം ആളുകളാണ് മരിച്ചത്. ഈ രണ്ട് സമയത്തും ഇത്രയും പ്രധാനപ്പെട്ട 2 അറ്റാക്കുകൾ ഉണ്ടായപ്പോൾ പോലും സംയമനം പാലിച്ച രാജ്യമാണ് ഇന്ത്യ. ഒരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറായിരുന്നില്ല. എന്നാൽ പുൽവാമയിൽ 40ഓളം സൈനികരെ കൊന്ന സമയത്ത് മാത്രമാണ് അന്താരാഷ്ട്ര അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യ ഒരു മിസൈൽ ആക്രമണം നടത്തിയത്, ഒരു എയർ സ്ട്രൈക്ക് നടത്തിയത്. അന്ന് പോലും പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കുകയുണ്ടായില്ല. അന്താരാഷ്ട്ര ബോർഡർ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരാളുടെയും നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നോക്കൂ, ഇന്ന് രാവിലെ 4 മണിക്ക് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇന്ത്യ വലിയ രീതിയിലൊരു എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ അതിർത്തി കടന്നാണ് ഇന്ത്യൻ സേനാ വിഭാഗം സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് 9 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ്. പക്ഷേ അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ത്യ എന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാന്റെ ഔദ്യോഗിക നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാൻ തന്നെ പറയുന്നത് 80-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബഹാവൽപൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ കേന്ദ്രമല്ല. ബഹാവൽപൂറാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലസ്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അവിടെയാണ് മസൂദ് അസൂറിനെ പോലെയുള്ള ഏറ്റവും കൊടും ഭീകരൻ ഈ ഭീകരവാദികൾക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലമാണ് ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത്. ആ ബഹാവൽപൂർ ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഭീകര ക്യാമ്പുകളെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അതിശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മുസാഫറാബാദ് ആണെങ്കിലും കോട്ട്ലി ആണെങ്കിലും ബഹാവൽപൂർ ആണെങ്കിലും മുദ്രിക്കയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ഭീകരവാദ ട്രെയിനിങ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിശക്തമായി തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 10 മണിയോടുകൂടി തന്നെ ഇന്ത്യൻ സൈനിക നേതൃത്വം വിശദമായി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ ലോകത്തോട് എന്തൊക്കെയാണ് കഴിഞ്ഞ 3-4 മണിക്കൂറിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, ഇന്ത്യയുടെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക തന്നെ ചെയ്യും. ഏതായാലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇതിനോടകം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ 14 ദിവസം സംയമനം പാലിച്ചതിന് ശേഷം കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിൽ ഒരു സാധാരണക്കാരനെ പോലും കൊല്ലാതിരിക്കുവാനുള്ള മുൻകരുതൽ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതേസമയം ഭീകരർക്ക് യാതൊരു മാപ്പുമില്ല, ഭീകരരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് ഇന്ത്യ നടപ്പാക്കിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര സമൂഹത്തിനും ഒരാൾക്ക് പോലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 26 വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. എന്താണ് യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകളെ ആക്രമിക്കുക വഴി പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ആക്രമണം തന്നെയാണ്. എവിടെയാണ് അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാതിരുന്നത്? ഇങ്ങ് കേരളത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, പശ്ചിമ ബംഗാളിൽ, മഹാരാഷ്ട്രയിൽ, അരുണാചൽ പ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ
ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. ആ അർത്ഥത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പഹൽഗാമിൽ ആക്രമിക്ക വഴി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നേരെ തന്നെ ഒരു വലിയ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ നേരത്തെ പുൽവാമയിൽ നടന്നത് സൈനികർക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നെങ്കിൽ ഈ നിരാലംബരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം നടന്നിരുന്നത് പഹൽഗാമിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നില്ല. അത് എപ്പോൾ എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ്.